നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്ന പോരാട്ടം കാണാൻ പറ്റും. മാഡ്രിഡ് ഡെർബിയാണ്. ഡെർബി പോരാട്ടത്തിൻ്റെ ആവേശമുണ്ടാകും. അതുകൂടാതെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാമല്ലോ, വളരെ സ്പൈസിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് നിരന്തരം തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ റയൽ മാഡ്രിഡിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാഡ്രിഡ് ഡെർബിക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരാദ്യം ഇട്ട 2 പോസ്റ്റുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇപ്പോൾ അവർ വീണ്ടും പോസ്റ്റ് ഇടുന്നു. റഫറിമാർക്ക് ഐക്യദാർഢ്യം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറകിലുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. റയൽ മാഡ്രിഡ് റഫറിങ്ങിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭാഗത്ത് വലിയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഈ കളി വരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡാണ് റയലിനെതിരെ നടപടിയെടുക്കണമെന്ന് ശക്തമായിട്ട് നിലപാടെടുത്ത 2 ടീമുകളിൽ ഒന്ന് എന്ന് റിലീവോ പുറത്തു വിടുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പോസ്റ്റ് വരുന്നത്. റഫറിമാർക്ക് ഐക്യദാർഢ്യം. We want to express full support and solidarity to the entire team of referees, their families and friends എന്നാണ്. അതായത് റഫറീസിൻ്റെ എൻ്റയർ ടീമിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും, അതായത് സപ്പോർട്ട് ആൻഡ് സോളിഡാരിറ്റി ഞങ്ങൾ നൽകുകയാണ്, അത് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇത് വളരെ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളാണ്. ദീസ് ആർ വെരി ഡിഫിക്കൽട്ട് ഡേയ്സ് ഫോർ ദി ഫുട്ബോൾ കമ്മ്യൂണിറ്റി. സ്റ്റേ സ്ട്രോങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഉദ്ദേശം എങ്ങോട്ടാണ്, എന്താണ് കുത്തുന്നത്, എന്ത് കുത്തി പറയുകയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചൊറിച്ചിൽ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി എങ്ങനെയായിരിക്കും റയലിൻ്റെ മാന്തൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കളിക്കളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വേറെ കാര്യം. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.